Good morning, dear students. Hope you all are very fine and you are understanding with the last chapter also, isn't it? Now, today we will take with the new part that is about general economics and managerial economics. So, what is general economics and how far the managerial economics is connected to the general economics? So, if we take the general economics as a tree, if we consider general economics as a tree, the branch will be the managerial economics. Okay. അപ്പോൾ എന്താണ് ജനറൽ എക്കണോമിക്സ്, എന്താണ് മാനേജറിയൽ എക്കണോമിക്സ് എന്നുള്ളതാണ്. ജനറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു മരമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഒരു ബ്രാഞ്ചാണ് എന്ത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് പറ്റും ജനറൽ എക്കണോമിക്സ് ഈസ് ലിറ്റിൽ ബിറ്റ് വെരി ബിഗ് and then it also considers the micro and macro everything, and the branch which is considered as managerial economics, it's normally deals with micro അല്ലേ. നമുക്ക് മാക്രോ എന്ന് പറയുമ്പോൾ ഹ്യൂജ് ആണ്. അപ്പോൾ ഈ മൈക്രോ ഏതിലുള്ളതാണ്? മാക്രോൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഹ്യൂജ് എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ പ്യുവർ എക്കണോമിക്സിൻ്റെ ഒരു ഭാഗമാണ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സോ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് മാത്രമാണ്. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫേമിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ ഫേമിനെ മാത്രം സ്റ്റഡി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, അതിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഒരു കാര്യങ്ങളിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇവിടെ ദ റിലേഷൻ ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് മാനേജീരിയൽ എക്കണോമിക്സ് ഇസ് സംവാട്ട് സിമിലർ ടു ദാറ്റ് ബിറ്റ്വീൻ ഫിസിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ ഫിസിക്സ് വേറെയാണോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വേറെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് ഇല്ലാതെ എന്തില്ല, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആര് കൂടെ വേണം? ഫിസിക്സ് വേണം. അപ്പോൾ അതേപോലെ തന്നെയാണ് പ്യുവർ എക്കണോമിക്സ് നമുക്ക് വേണം, അല്ലെങ്കിൽ ജനറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് മസ്റ്റാണ്. അത് ഏതിനെ കുറിച്ചിട്ടാണ്? ആസ് എ ഹോളാണത് പഠിക്കുന്നത്. നമ്മൾ നേഷനെ കുറിച്ചിട്ടും ബിസിനസ് സൈക്കിൾസിനെ കുറിച്ചിട്ടും ദ എൻറ്റയർ കൺട്രിയുടെ എക്കണോമി മനസ്സിലാക്കുന്നത് ഫ്രം ദി ജനറൽ എക്കണോമിക്സ് എന്നുള്ളതാണ്. ഓക്കെ. നേരെ മറിച്ച് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി മാത്രമാണ്. ആ ബ്രാഞ്ചിൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ തിങ്ങിനെ കുറിച്ച് മാത്രമാണ് നമ്മളതിൽ പഠിക്കുന്നത്. ക്ലിയർ? ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എക്കണോമിക്സ് എന്താണ്, മാനേജറിയൽ എക്കണോമിക്സ് എന്താണെന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇനി ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് മാനേജറിയൽ എക്കണോമിക്സ് എന്നുള്ളത്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് ദ മെയിൻ തിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ മെയിൻ തിങ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ട്രീ ആൻഡ് ദി മാനേജറിയൽ എക്കണോമിക്സ് ഇസ് കൺസിഡേർഡ് ആസ് എ ബ്രാഞ്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബ്രാഞ്ച് എങ്ങനെയാവണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് ട്രീ ആണ്. ഇറ്റ് ഫോർമുലേറ്റ്സ് ദി ലോ. ഓക്കെ. അപ്പോൾ ജനറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഫോർമുലേറ്റ്സ് ദ ലോ. ഈ ലോ നടപ്പാക്കുന്നത് എവിടെയാണ്? മാനേജറിയൽ എക്കണോമിക്സിലാണ്. നമ്മൾ ഇതിൽ ഫ്രെയിം ചെയ്തിട്ടുള്ള എല്ലാ ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏതിലാണ്? നമ്മുടെ മൈക്രോ എക്കണോമിക്സിലാണ്. ഓക്കെ. അപ്പോൾ ഈ മൈക്രോ എക്കണോമിക്സിൽ എപ്പോഴാണ് നമ്മൾ ഈ ലോസ് അപ്ലൈ ചെയ്യുന്നത്? നമ്മുടെ മാനേജറിയൽ എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിങ്ങിലാണ്.
അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നതാണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ പല സാഹചര്യങ്ങളിലും പല സിറ്റുവേഷൻസിലും ഇൻഡീഡ് വി ഹാവ് ടു ടേക്ക് സം ഡിസിഷൻസ്. സോ വെൻ വി ടേക്ക് എ ഡിസിഷൻ ആൻഡ് സച്ച് എ ഡിസിഷൻ ഷുഡ് ബി എ റൈറ്റ് ഡിസിഷൻ. ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നമുക്കതിൽ നിന്ന് പിന്മാറാനായിട്ട് സാധിക്കില്ല. വൺസ് ഇഫ് ഇറ്റ് ഈസ് ഡിസൈഡഡ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞത് തന്നെയാണ്, പിന്നെ അതിൽ നിന്ന് നമുക്കൊരു മാറ്റം പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. സോ വെനെവർ യു ടേക്ക് എ ഡിസിഷൻ വിച്ച് ഈസ് ഫേം ആൻഡ് വിച്ച് ഷുഡ് ബി സ്ട്രോങ്, ആ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ആ കൺസിഡർ ചെയ്യാനായിട്ട് ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് നമ്മൾ നേരത്തെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ലോസും പോളിസീസും ഒക്കെ തന്നെയാണ്. ഓക്കെ, ആൻഡ് ദെൻ ഡീൽസ് വിത്ത് മൈക്രോ ആൻഡ് മാക്രോ. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, നമ്മളൊരു വലിയൊരു ട്രീ ആയിട്ട് നമ്മൾ എക്കണോമിക്സിനെ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കതിൽ എന്തൊക്കെ വരും, മൈക്രോയും വരും മാക്രോ എക്കണോമിക്സും വരും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് നമുക്ക് ഏതിൽ വരുന്നത്, മാനേജീരിയൽ എക്കണോമിക്സിൽ വരുന്നത്. ആസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഓൺലി എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എന്നുള്ളത് കൊണ്ട് തന്നെ ഇറ്റ് ഡീൽസ് ഓൺലി വിത്ത് ദി മൈക്രോ ആസ്പെക്ട്സ്. അപ്പോൾ അവിടെ വരുന്നത് മൈക്രോ ആസ്പെക്ട്സ് ആണ്. ആൻഡ് ദെൻ ഡീൽസ് വിത്ത് ഓൾ തിയറീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ജനറൽ എക്കണോമിക്സിൽ എല്ലാ തിയറീസിനെ കുറിച്ചിട്ടും നമ്മളിതിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണ് അതിൽ വരുന്നത്, നമ്മുടെ റെൻറ്റ് ആയിരിക്കാം, വേജസ് ആയിരിക്കാം, ഇൻട്രസ്റ്റ് ആയിരിക്കാം, പ്രോഫിറ്റ് ആയിരിക്കാം, അങ്ങനെ വാട്ട് എവർ വി ആർ ഡിസ്ട്രിബ്യൂട്ടിങ് ഓൾ ദോസ് തിങ്സ് ആർ ഡെൽറ്റ് വിത്ത് എന്നുള്ളതാണ്. നേരെ മറിച്ച് നിങ്ങൾ നമ്മുടെ മാനേജറൽ എക്കണോമിക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മൈക്രോ ആസ്പെക്ട്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അതിലെ പ്രോഫിറ്റിനെ കുറിച്ചിട്ടാണ് അവർ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഫോർമുലേറ്റ്സ് ലോ. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇറ്റ് അപ്ലൈസ് ദോസ് ലോസ് എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ജനറൽ ഇതിൽ വരുമ്പോൾ നമുക്ക് ഇറ്റ് ഡീൽസ് വിത്ത് മൈക്രോ ആൻഡ് ഓൾസോ ദി മാക്രോ. ഇവിടെ മൈക്രോ മാത്രമാണ് ഡീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ജനറൽ എക്കണോമിക്സിൽ ഇറ്റ് ഡീൽസ് വിത്ത് ഓൾ ദി തിയറീസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, മാനേജറൽ എക്കണോമിക്സിൽ നമുക്ക് വരുന്നത് ഇറ്റ് ഓൺലി ഡീൽസ് വിത്ത് ദി പ്രോഫിറ്റ്. മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, അതിനുള്ള ഡിസിഷൻ മേക്കിംഗ്, അതിനുള്ള ഫോർവേഡ് പ്ലാനിങ്, ആ കാര്യങ്ങളാണ് മാനേജറൽ എക്കണോമിക്സ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഇസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് സയൻസ്. ആൻഡ് മാനേജറൽ എക്കണോമിക്സ് ഡീൽസ് ഓൺലി വിത്ത് നോർമേറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മളവിടെ നടക്കുന്ന സംഭവങ്ങൾ വാട്ട് ഈസ് എന്നുള്ള കൺസിഡറാണ് അവിടെ വരുന്നത്. ആൻഡ് ദെൻ നോർമേറ്റീവ് എന്ന് പറയുമ്പോൾ ഹൗ ഇറ്റ് ഷുഡ് ബി, വാട്ട് ഓട്ട് ടു ബി എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നോർമേറ്റീവിൽ വരുന്നത്. അപ്പോൾ എന്താണും അതേപോലെ തന്നെ എന്തായിരിക്കണം എന്നുള്ള 2 ആസ്പെക്റ്റും നമ്മൾ ജനറൽ എക്കണോമിക്സിൽ ഡീൽ ചെയ്യുന്നുണ്ട്. മാനേജറൽ എക്കണോമിക്സിൽ നമ്മൾ ആകെ കൂടി ഒരു കാര്യം മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ, ദാറ്റ് ഈസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് നോർമേറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഫിഫ്ത്ത് പോയിന്റ് ഈസ് ഇറ്റ് ഡീൽസ് വിത്ത് തിയററ്റിക്കൽ ആസ്പെക്ട്സ് ആൻഡ് മാനേജറൽ എക്കണോമിക്സ് ഡീൽസ് വിത്ത് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ്. അപ്പോൾ നമ്മളിവിടെ എന്താ പറയുക, ഫോർമുലേഷനാണ്, ലോ ഫോർമുലേഷൻ, ചില പോളിസീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ദാറ്റ് ഈസ് എന്താ പറയുക തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളായിട്ട് മൂവ് ചെയ്യുകയാണ് എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മാനേജറൽ എക്കണോമിക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആണ്. ഈ പറയുന്ന തിയറിയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് പ്രാക്ടിക്കൽ ആസ്പെക്ട്സിലൂടെ വരുന്നത്. ആൻഡ് ദെൻ ഇറ്റ് സ്റ്റഡി ബോത്ത് ദ ഫേം ആൻഡ് ആൻ ഇൻഡിവിജ്വൽ. എക്കണോമിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രി എങ്ങനെയാണ്, ഓർഗനൈസേഷൻ എങ്ങനെയാണ്, അതേപോലെ തന്നെ ദ കംപ്ലീറ്റ് ഫേം, അതിൻ്റെ എല്ലാ ദ സെയിം ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുന്ന എല്ലാ
ഓർഗനൈസേഷനും കൂടി അതിൻ്റെയും കൂടെ ഉള്ള ഒരു സ്റ്റഡിയാണ് ജനറൽ എക്കണോമിക്സിൽ വരുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റഡി ഓൺലി ദ പ്രോബ്ലംസ് ഓഫ് എ പർട്ടിക്കുലർ ഫേം ഓൺലി. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഫേം മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് മൈക്രോ സ്റ്റഡി എന്ന് പറയുന്നത്. അതാണ് മാനേജീരിയൽ എക്കണോമിക്സിൽ അപ്ലൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറ്റ് കൺസിഡേഴ്സ് ദ എക്കണോമിക് ഫാക്ടേഴ്സ്. അതേപോലെ തന്നെ നമ്മുടെ മാനേജറൽ എക്കണോമിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം ഒരു ഫേമിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എക്കണോമിക്സും നോൺ എക്കണോമിക്കൽ ഫാക്ടേഴ്സും നമ്മൾ കൺസിഡർ ചെയ്യണം. And then in economics, generally it studies the human behavior, and here it studies the managerial behavior. ഒരു എൻറ്റയർ ഹ്യൂമൻ വെൽഫെയർ, ഹ്യൂമൻ ബിഹേവിയർ, അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ജനറൽ എക്കണോമിക്സിൽ നമുക്ക് വരുന്നത്. നേരെ മറിച്ച് മാനേജറൽ എക്കണോമിക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റഡീസ് ഓൺലി ദ മാനേജീരിയൽ ബിഹേവിയർ, ഹൗ വി ആർ മാനേജിങ് തിങ്സ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് എന്നുള്ളതാണ്. ഒരു ഫേമിനോ ഒരു ഓർഗനൈസേഷനോ ഒരു ഇൻഡസ്ട്രിക്കോ മാത്രമായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ കുറച്ച് റിസോഴ്സസ് വെച്ചിട്ട് അതിലാണ് നമ്മൾ ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വൈഡർ സ്കോപ്പ് ആൻഡ് ലിമിറ്റഡ് സ്കോപ്പ്. അപ്പോൾ അതേപോലെ ജനറൽ എക്കണോമിക്സിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് വൈഡർ സ്കോപ്പ് ഉണ്ട്. അതേപോലെ തന്നെ മാനേജറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് മൈക്രോ സ്റ്റഡീനെ മാത്രം റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെ ലിമിറ്റഡ് സ്കോപ്പാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്താണ് എക്കണോമിക്സ് എന്നുള്ളതും മാനേജറൽ എക്കണോമിക്സ് എന്താണെന്നുള്ളതും വ്യക്തമാക്കുന്ന ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ മേ ബി ആസ്ക്ഡ് ഇൻ ദി ഷോർട്ട് എസ്സേ ആയിട്ട് നമുക്ക് ചോദിക്കാം. ഇത് ഈസിയാണ്. നമുക്ക് പോയിൻറ്റ്സ് നമുക്ക് പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. കണക്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്കതിൽ മെയിനായിട്ട് വരുന്നുള്ളൂ. എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നമ്മൾ മെയിനായിട്ടൊന്ന് കൺസിഡർ ചെയ്യുമ്പോൾ എക്കണോമിക്സിനെ നമ്മളൊരു മരമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രാഞ്ച് ആയിട്ടാണ് നമ്മൾ മാനേജറൽ എക്കണോമിക്സിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മാക്രോ ഉണ്ട്, ഇതിൽ മൈക്രോ ഉണ്ട്. അതേപോലെ തന്നെ മാനേജറിലാണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് ആയതുകൊണ്ട് മൈക്രോ എന്നുള്ളതാണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഹ്യൂജ് ട്രീ ആണ് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെ ബ്രാഞ്ചസ് പോകണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണത് അതിൻ്റെ റൂട്ടാണ്. ഓക്കെ, അപ്പോൾ എത്രത്തോളം വളരണം എന്നുള്ളത് അതിൻ്റെ റൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് പഠിക്കുന്നത് ദിസ് ബിലോങ്സ്. ഓക്കെ, ദിസ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ട്രീ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫോർമുലേറ്റ്സ് ഓൾ ദ ലോസ് and also considers all the theories that those laws and these theories are put into practical in the managerial economics. നമ്മളൊരു ബ്രാഞ്ചിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ വേഗം ഓർമ്മയിൽ നിൽക്കാവുന്നതേ ഉള്ളൂ. ക്ലിയർ? ആൻഡ് ദെൻ next idea is objectives of managerial economics. അപ്പോൾ മാനേജറൽ എക്കണോമിക്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടു അനലൈസ് എക്കണോമിക് പ്രോബ്ലംസ് ഓഫ് ബിസിനസ് എന്നുള്ളതും അതേപോലെ തന്നെ ആൻഡ് ടു പ്രൊവൈഡ് ബെസ്റ്റ് സൊല്യൂഷൻസ് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് ഫോർ ദി മാനേജേഴ്സ്. അപ്പോൾ മാനേജർമാർക്ക് ഒരു നല്ലൊരു ഡിസിഷൻ മേക്കിങ്ങിൽ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് വരാവുന്ന രീതിയിലുള്ള എക്കണോമിക് പ്രോബ്ലംസ് എന്താണ്, ബിസിനസ് പ്രോബ്ലംസ് ആക്ച്വലി എന്താണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യാണ്. അതിന് അവർക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ദ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മാനേജറൽ എക്കണോമിക്സിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ദാറ്റ് ഈസ് ഡിസിഷൻ മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി അത് നമുക്കൊരു 11 പോയിൻറ്റ്സ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ ഒന്ന് നോട്ട് ചെയ്താൽ നന്നായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കുമ്പോൾ അതൊന്ന് പോയിൻ്റായിട്ട് നോട്ട് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ ബുക്ക് നോക്കി വായിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഷോർട്ട് നോട്ട്സ് പോലെ നമുക്ക് നോട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ നോട്ട് ചെയ്യാവുന്നതാണ്. സോ managerial economics and the main thing is to integrate economic theory with business practice. അപ്പോൾ എക്കണോമിക് തിയറി നമ്മളെല്ലാം വായിച്ചതൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ വെച്ചാൽ പോരാ. നമ്മൾ പലപ്പോഴും
പല സിനിമകളിലും പല തമാശകളിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. A+B² ഒക്കെ നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? A-B² കുറിച്ച് നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? എവിടെയും നമ്മൾ അപ്ലൈ ചെയ്യണില്ലല്ലോ, പിന്നെ എന്തിനാണ് നമ്മളിതൊക്കെ പഠിച്ചതെന്ന് ചോദിക്കാറുണ്ട്. കുറേ പേര് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഇതൊക്കെ എന്തിനാണ് നമ്മൾ പഠിച്ച്, അതാത് ഫീൽഡുകളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഈ എക്കണോമിക്സും എക്കണോമിക് തിയറിയും ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് മാർക്ക് മേടിച്ച് അടച്ചു വയ്ക്കാനുള്ളതെല്ലാം it is applied in all the industry, in all the organizations, in every economic movement. All those theories are applied എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ നമ്മളൊരു ബിസിനസ് പോളിസി ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ഒരു ബിസിനസ് ഫേമായിട്ട് എക്കണോമിക് തിയറീസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. സെക്കൻഡ് തിങ് ഈസ് വി ആർ അപ്ലൈയിങ് ഓൾ ദോസ് എക്കണോമിക് കോൺസെപ്റ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു സോൾവ് ബിസിനസ് പ്രോബ്ലംസ്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ബിസിനസ് പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് എക്കണോമിക് കോൺസെപ്റ്റ്സും അതല്ലാന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പ്രിൻസിപ്പിളാണ് അതിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ആൻഡ് ദെൻ ഇസ് ടു എംപ്ലോയ് ദ മോസ്റ്റ് മോഡേൺ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ടൂൾസ് ടു സോൾവ് ബിസിനസ് പ്രോബ്ലംസ്. അപ്പോൾ ഇതിൽ വരുന്ന ടൂൾസ് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആയിരിക്കാം, മാത്തമാറ്റിക്കൽ ടൂൾസ് ആയിരിക്കാം, ഇതൊക്കെ നമുക്കിതിൽ വരുന്നുണ്ട്. എക്കണോമിക്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ചെയ്യുന്ന സ്റ്റഡി, നമ്മൾ ചെയ്യുന്ന റിസർച്ചസ്, ഇതിനൊക്കെ ആക്യുറസി വേണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അപ്ലൈ ദി മാത്തമാറ്റിക്സ് ആൻഡ് ഓൾസോ ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും മോഡേൺ ടൂൾസ് ഏതാണോ അത് യൂട്ടിലൈസ് ചെയ്യുക, അത് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്. ടു അലൊക്കേറ്റ് ദ സ്കേഴ്സ് റിസോഴ്സസ് ഇൻ ദി ഓപ്റ്റിമൽ മാനർ. ഞാൻ നേരത്തെ പറഞ്ഞു എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വാട്ട് ഈസ് വെരി ലിമിറ്റഡ് സോഴ്സ് എന്നുള്ളത് കണ്ടെത്താം, വിച്ച് ഈസ് വെരി സ്കേഴ്സ് എന്നുള്ളത് കണ്ടെത്താം. ഈ സ്കേഴ്സ് റിസോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് അതിനുള്ള മാർഗങ്ങളും അതിനുള്ള വഴികളും എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്താം. ടു മേക്ക് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എ ഫേം. അപ്പോൾ ഒരു ഫേമിൻ്റെ ഡെവലപ്മെൻറ്റിനെ നമുക്ക് ദാറ്റ് ഈസ് അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രം കൺസിഡർ ചെയ്താൽ പോരാ, കോസ്റ്റ് മിനിമൈസേഷൻ, പ്രൊഡക്ഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ്, മാക്സിമം പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ പ്രൈസിങ് പോളിസി അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് എലാസ്റ്റിസിറ്റി മനസ്സിലാക്കണം. അപ്പോൾ ഈ പറയുന്ന തിയറീസും കാര്യങ്ങളൊക്കെ ഹൗ ഫാർ വി ആർ ഗോയിങ് ടു അപ്ലൈ ഇൻ ഇറ്റ് എന്നുള്ളതാണ് നമുക്കിതിൽ വരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ടു മിനിമൈസ് റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി. ദാറ്റ് ഈസ് നമുക്കിതിൽ ഒരുവിധം ലോസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ വി ക്യാൻ അസ്യൂം this type of risk may happen എന്നുള്ളത്. So that we can take some careful measures. അത് നമുക്ക് ചെറുക്കാനായിട്ട് അത്രയും റിസ്ക്കുകൾ നമുക്ക് ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടിയും ശ്രദ്ധിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അൺസർട്ടനിറ്റീസ്, അത് നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. സോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, അതല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ വി ഷുഡ് ഓൾവേസ് കൺസിഡർ ദ പോസിറ്റീവ്സ് ആസ് വെൽ ആസ് ദ നെഗറ്റീവ്സ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നെഗറ്റീവ് കൺസിഡർ ചെയ്യണേ, നമുക്ക് പോസിറ്റീവ് മാത്രം കൺസിഡർ, അപ്പോൾ നമുക്കൊരു എന്താ പറയുക പോസിറ്റീവ് തോട്ട് തന്നെ നമുക്ക് വരില്ല, ഒരു പോസിറ്റീവ് ബിലീഫ് ഉണ്ടാവില്ലേ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. യെസ്, ഓഫ് കോഴ്സ് you will get the positive thoughts and you will have the positive advantage and you will be having the positivity to do things, but you have to take into consider that things are not always the same. എപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ആവണമെന്നില്ല. സംടൈംസ് എന്തൊക്കെ ഹാപ്പൻ ചെയ്യാം, any uncertainties may happen. സോ അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ഒരു പരിധി വരയ്ക്കും നമുക്കതിനെ
അൺസർട്ടനിറ്റീസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അൺസർട്ടനിറ്റീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു സെക്കൻഡ് പ്ലാനിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കും. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമ്മളതിൻ്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഇത് കഴിഞ്ഞാൽ ഇത്, ഇങ്ങനെ കഴിഞ്ഞാൽ അങ്ങനെ, അങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞ് വി ആർ പ്ലാനിങ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈസ് നോൺ ആസ് പ്ലാൻ എ. ആൻഡ് ഇഫ് എനിത്തിങ് ഗോസ് റോങ്, ഇഫ് എനി സീക്വൻസ് ഗോസ് റോങ്, ഇപ്പം നമ്മളൊരു വൺ സീക്വൻസ് കഴിഞ്ഞ് അനദർ സീക്വൻസ് അങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു സീക്വൻസ് വിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? റീകൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്തിരുന്ന് റീകൺസിഡർ ചെയ്യുന്നതിനേക്കാളും ഏതെങ്കിലും ഒരു സീക്വൻസ് പോവുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ടേക്ക് ദിസ് സ്റ്റെപ്പ് എന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ്സ് വൈ ഐ എം ഓൾവേസ് സേയിങ് ജസ്റ്റ് ഓൾസോ കൺസിഡർ ദ നെഗറ്റീവ്സ് വെൻ യു പ്ലാൻ. So this may happen. If this may happen, what is the step you are going to take എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് പ്ലാനിൽ വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പരമാവധി റിസ്ക്കുകൾ, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന റിസ്ക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് അസ്യൂം ചെയ്യുക ആൻഡ് ടേക്ക് ദി നെസസറി സ്റ്റെപ്സ് ടു അവോയ്ഡ് ഇറ്റ്. ആൻഡ് ഓൾസോ പ്ലീസ് കൺസിഡർ വാട്ട് ആർ ഓൾ ദി അൺസർട്ടനിറ്റീസ് ദാറ്റ് മേ ഹാപ്പൻ ഇൻ ദ വേ യു ഗോ. സോ ആ അൺസർട്ടനിറ്റീസും കവർ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കാം. ആൻഡ് ദെൻ അക്കോർഡിംഗ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇൻ ദി മാർക്കറ്റ് വി ക്യാൻ എസ്റ്റിമേറ്റ് അവർ ഡിമാൻഡ് ആൻഡ് വി ക്യാൻ ഓൾസോ മേക്ക് എ ഫോർകാസ്റ്റിംഗ് ഓൾസോ. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ മൂവ് ആകുന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഡിമാൻഡ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യാനും സാധിക്കും. Till now, if that particular firm does not have any competitor എന്നുണ്ടെങ്കിൽ അവർക്ക് മാർക്കറ്റിൽ നല്ല റേറ്റിംഗ് ഉണ്ടായിരിക്കും. സോ വിതിൻ നോ ടൈം കോമ്പറ്റീറ്റേഴ്സ് എത്തും. നമ്മളൊരു പുതിയ സാധനം മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ മേ ബി വിത്തിൻ 3 or 4 months വരെയും നമുക്ക് പിടിച്ചു നിൽക്കാനാവുള്ളൂ. അത് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് എൻട്രി ചെയ്യും. കോമ്പറ്റീറ്റേഴ്സ് എൻട്രി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നാലേ നമ്മുടെ പ്രോഡക്റ്റിന് ശ്രദ്ധിക്കുള്ളൂ. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം പ്ലാൻ ചെയ്യുമ്പോഴും വി ഹാവ് ടു ടേക്ക് ദ നെസസറി സ്റ്റെപ്സ്. എപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൽ മാറ്റം കൊണ്ടുവരണം. സോ ഇനി കോമ്പറ്റീറ്റർ ഒരു പ്രോഡക്റ്റ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൽ ഇല്ലാത്തത് എന്താണോ അത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടായിരിക്കും അവർ മാർക്കറ്റിൽ ഇറക്കുക. കാരണം ഒരു പുതിയ സാധനം മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ അഡ്വാൻസ് ചെയ്തിട്ട് വേണം നമുക്ക് കൊണ്ടുവരാനായിട്ട്. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് മാർക്കറ്റിൽ പ്രോഡക്റ്റ് ഇറക്കിയിട്ട് 6 months ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇഫ് ദി കോമ്പറ്റീറ്റർ എൻറ്റേഴ്സ് ഇൻ ടു ദി മാർക്കറ്റ് ദേ വിൽ എൻറ്റർ ഇൻ ടു ദി മാർക്കറ്റ് വിത്ത് എ ന്യൂ തിങ്. അപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൽ ഒരു പുതിയ കാര്യം എന്തെങ്കിലും കൊണ്ടുവന്നാലേ അവർക്ക് മാർക്കറ്റിൽ നിലനിൽപ്പുണ്ടാവുള്ളൂ എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. സോ ഇങ്ങനെ ഓരോ സ്റ്റെപ്പുകളിലും നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ. Okay, it also to help in operation of firm by helping in planning, organizing, controlling. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ്. ഇപ്പോൾ ഡിമാൻഡ് എന്താണ്, സെയിൽസ് എന്താണെന്ന് ഫോർകാസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഈസിലി നമുക്ക് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് പറ്റും. ഈ ഓർഗനൈസിങ്ങിൻ്റെ സമയത്ത് എവിടേക്കാണോ നമ്മുടെ കൺട്രോൾ വേണ്ടത് എന്നുള്ള കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ചിന്തിക്കാനായിട്ട് പറ്റും. ആൻഡ് ഓൾസോ ടു ഹെൽപ്പ് ഇൻ ഫോർമുലേറ്റിംഗ് ബിസിനസ് പോളിസീസ്. അപ്പോൾ നമുക്ക് മാനേജീരിയൽ എക്കണോമിക്സ് ബിസിനസ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനും അതാത് ഫേമിൽ ഫോർമുലേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ ഹെൽപ്പ് അച്ചീവ് അതർ ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെയാണ് അതർ ഒബ്ജക്റ്റീവ് ഓഫ് എ ഫേം ആയിട്ട് വരുന്നത്? ഇൻഡസ്ട്രി ലീഡർഷിപ്പ് വരുന്നുണ്ട്, എക്സ്പാൻഷൻ ഓഫ് ദി മാർക്കറ്റ് ഷെയർ. നമ്മൾ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ നമ്മുടെ പ്രോഡക്റ്റിന് നല്ല മൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പതുക്കെ വി ആർ ഗ്രോയിങ്. ഇഫ് യു ആർ ഗ്രോയിങ് വി ക്യാൻ ക്രിയേറ്റ് ദി ലീഡർഷിപ്പ്. ഓക്കെ, സെക്കൻഡ് തിങ് ഈസ് we can expand the market share. മാർക്കറ്റ് ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് വിച്ച് മാർക്കറ്റ് വി ആർ കൺസിഡറിങ് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഉള്ളിലായിരിക്കാം നമ്മുടെ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ടാവാം.
ഓക്കെ, പതുക്കെ നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 സ്റ്റേറ്റുകളും കൂടി നമ്മുടെ പ്രോഡക്റ്റിന് പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ദ ഹോൾ ഇന്ത്യ നമുക്ക് പതുക്കെ ഡെവലപ്പ് ചെയ്ത് ദ ഹോൾ ഇന്ത്യ നമ്മുടെ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഏതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ? ഔട്ട്സൈഡ് മാർക്കറ്റിനെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാനേജീരിയൽ എക്കണോമിക്സിൽ നമുക്ക് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് പോളിസി ഫോർമുലേഷൻ, അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, സെയിൽസ് എന്താണ്, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഇതിനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. ഇനി മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ യൂസസ് എന്താണെന്നുള്ളത് നോക്കാം. മാനേജീരിയൽ എക്കണോമിക്സ് വന്നിട്ട് നമുക്ക് ദാറ്റ് ഈസ് ഇറ്റ് പ്രൊവൈഡ്സ് ദി ടൂൾസ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമുക്ക് എന്താ പറയുക സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും ടെക്നിക്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കാനാണ്. ഓക്കെ, ഈ ടൂൾസും ടെക്നിക്സും ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? നമുക്കതിൽ കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്തുന്നതിനും ആക്യുറസി കൊണ്ടുവരുന്നതിനും ട്രാൻസ്പാരൻസിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൂൾസ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ വി can be sure that from this will be the result എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമായിരിക്കും. സോ അതിനാണ് നമുക്ക് ഈ ടൂൾസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഇറ്റ് ഗിവ്സ് ആൻസേഴ്സ് ടു ദ ബേസിക് പ്രോബ്ലംസ് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ബിസിനസ് മാനേജ്മെൻറ്റിൽ ഉണ്ടാകുന്ന ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണോ അതിനുള്ളൊരു സൊല്യൂഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. And then it helps in the formulation of business policies, demand forecasting, profit planning, എക്കണോമിക് വേരിയബിൾസ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനും ഫോർമുലേറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം, എത്രയാണ് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ്, എന്താണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ്, എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ് മാർജിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് ഇപ്പോൾ ഏകദേശം എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളതും മാനേജീരിയൽ എക്കണോമിക്സ് ആയിട്ട് എത്രത്തോളം റിലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജനറൽ എക്കണോമിക്സ് ആൻഡ് മാനേജീരിയൽ എക്കണോമിക്സ് എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അതിൻ്റെ യൂസസ് അതെല്ലാം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസും ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഓക്കെ, ആൻഡ് നൗ വി വിൽ സീ how managerial economics is related with other branches of study. Okay, അപ്പോൾ ഇത് പലതിനോടും മാനേജറിയൽ എക്കണോമിക്സ് റിലേറ്റഡ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഈസ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇസ് റിലേറ്റഡ് വിത്ത് മൈക്രോ എക്കണോമിക്സ്. അത് ഞാനിനി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്താണ് അനാലിറ്റിക്കൽ ടൂൾസ് ആണ്. മാനേജീരിയൽ എക്കണോമിക്സ് ഇസ് മൈക്രോ എക്കണോമിക് തിയറി. മാനേജറിയൽ എക്കണോമിക്സ് മേക്ക് യൂസ് ഓഫ് എന്തൊക്കെ മൈക്രോ എക്കണോമിക് കോൺസെപ്റ്റ്സ് ആണ് ഇത് യൂസ് ചെയ്യണേന്ന് നോക്കാം. എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, മാർജിനൽ അനാലിസിസ്, മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, അങ്ങനെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമുക്കിതിൽ വരുന്നത്. ക്ലിയർ? അപ്പോൾ എന്താണ് നമുക്കിതിൽ വരുന്ന കാര്യങ്ങൾ? നമുക്ക് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറിയാനായിട്ട് സാധിക്കും, മാർജിനൽ അനാലിസിസ് അറിയാനായിട്ട് സാധിക്കും, മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ദാറ്റ് ഈസ് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇൻഡസ്ട്രി അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്. ഓക്കെ, സോ മാനേജറിയൽ എക്കണോമിക്സ് മേക്ക് യൂസ് ഓഫ് മോസ്റ്റ്ലി മൈക്രോ എക്കണോമിക് തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ്. മാനേജറിയൽ എക്കണോമിക്സ് ഇസ് മോർ റിലേറ്റഡ് ടു മൈക്രോ എക്കണോമിക്സ് ദാൻ ടു മാക്രോ എക്കണോമിക്സ്. അപ്പോൾ ഈ മാനേജറിയൽ എക്കണോമിക്സ് ഞാൻ നേരത്തെ പറഞ്ഞു, മാക്രോനേക്കാളും ഏറ്റവും കൂടുതൽ ബന്ധം ആരായിട്ടാണ്? മൈക്രോ ആയിട്ടാണ്. കാരണം അതൊരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അങ്ങനെയാണ് മൈക്രോ എക്കണോമിക്കായിട്ട് മാനേജറിയൽ എക്കണോമിക്സ് റിലേറ്റഡ് എന്ന് പറയുന്നത്.
Second one is relationship of managerial economics with macroeconomics. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വലിയ ഒരു ഹ്യൂജ് ട്രീ ആണ് ജനറൽ എക്കണോമിക്സ്. അപ്പം നമുക്ക് മാനേജറൽ എക്കണോമിക്സ് ആരായിട്ടും ബന്ധമുണ്ട്, നമുക്ക് നമ്മുടെ മാക്രോ എക്കണോമിക്സ് ആയിട്ടും ഇറ്റ് ഈസ് റിലേറ്റഡ് എന്നുള്ളതാണ്. മാക്രോ എക്കണോമിക്സ് ആയിട്ട് എങ്ങനെയാണ് ഇത് റിലേറ്റഡ് ആവണേ എന്നുള്ളത് നോക്കാം. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ദ എൻറ്റയർ ട്രീനെ കുറിച്ചിട്ടുള്ളതാണ്. സോ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു കൺട്രീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് മാക്രോ എക്കണോമിക് തിയറിയിൽ വരുന്നത്. സോ നമ്മുടെ ബിസിനസ് സൈക്കിൾ എന്താണ്, നാഷണൽ ഇൻകം എത്രത്തോളം ഉണ്ട്, എംപ്ലോയ്മെൻറ്റിൻ്റെ സ്ഥിതി എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, സോ ഇറ്റ് ഈസ് ഗുഡ് ടു ഇൻവെസ്റ്റ് നൗ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു കൺട്രിയുടെ എക്കണോമിക് കണ്ടീഷൻ ഗുഡ് ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ പലപ്പോഴും പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കാം ചിലരെങ്കിലും, ദാറ്റ് ഈസ് ഇവൻ ബിസിനസ് തുടങ്ങിയ നേരം വളരെ നല്ല നേരമാണ്, അവന് വെച്ചടി കയറ്റമായിരുന്നു. അപ്പോൾ നമ്മുടെ ബിസിനസ് സൈക്കിളിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് we may be in the prosperity stage. ഒരു പ്രോസ്പെറിറ്റി സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്കെല്ലാം പ്രോസ്പെറസ് ആയിരിക്കും, ഒന്നിനും അവിടെ ഒരു കുറവുണ്ടാവില്ല. സോ അത് കഴിഞ്ഞാൽ പിന്നെ ബൂമിലേക്കാണ് പോണത്. ഓക്കെ, പ്രോസ്പെറിറ്റി സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അവർക്ക് ആ ബിസിനസ് പ്രോസ്പെറിറ്റി സ്റ്റേജിൽ തുടങ്ങിയ ആൾക്ക് എപ്പോഴും നല്ല പീക്കിൽ തന്നെയായിരിക്കും നിൽക്കുന്നുണ്ടാവും. So once we reach the peak, boom period എത്തിക്കഴിഞ്ഞാൽ sometimes it may go to നമുക്ക് ഏറ്റവും താഴത്തൊരു ലെവലിലേക്ക് ഡിപ്രഷനിലേക്ക് പോയേക്കാം. ഡിപ്രഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് റിക്കവർ ചെയ്ത് നമ്മൾ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അങ്ങനെ തിരിച്ചു വരുന്നതിനാണ് റിസഷൻ സ്റ്റേജ് നമ്മൾ പറയുന്നത്. അത് ഓവർകം ചെയ്ത് നമ്മൾ വരണം. ഏറ്റവും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലേക്കാണ് ഇപ്പം നമ്മൾ റിസഷൻ പീരീഡിലാണ് അല്ലേ. ഏറ്റവും നമ്മൾ ഡിപ്രഷനിലേക്ക് പോയി നമ്മൾ എന്താ പറയുക, എല്ലാ കൺട്രിയുടെ എക്കണോമിയും തകിടം മറിഞ്ഞ ഒരു സമയമാണിപ്പോൾ. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് COVID-19 നമ്മളെ അറ്റാക്ക് ചെയ്തത്. അതോടുകൂടിയിട്ട് എല്ലാ മേഖലകളും വളരെ ബുദ്ധിമുട്ടിലായി തുടങ്ങി. നമുക്കറിയാം എത്ര ആൾക്കാർ ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. എത്ര കമ്പനീസ് പൂട്ടിപ്പോയിട്ടുണ്ട്. സോ ഇൻഡസ്ട്രീസ് ഷട്ട് ഡൗൺ ചെയ്യും തോറും ഇറ്റ് എഫക്ട്സ് ദി കൺട്രീസ് എക്കണോമി ലെവൽ അല്ലേ. അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിംഗ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവറിത്തിങ് അവർ കൊടുത്തേക്കണത് എന്തിനാണ്, നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. When you set up a business, every one of you please set up a business എന്നുള്ളതാണ്. നമ്മളതിൻ്റെ പോസിബിലിറ്റീസ് കണ്ടെത്താൻ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് അതിനെ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരുമെന്നാണ് പറയുന്നത്. കാരണം എത്രത്തോളം ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ ഗ്രോത്ത് വരുന്നുണ്ടോ അതിനനുസരിച്ച് ദ എക്കണോമി വിൽ ഗ്രോ. When the industries start shutting down, the economy level will also go down എന്നുള്ളതാണ്. ഓക്കെ, സോ മാനേജറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സിൽ വരുന്നതായിട്ടുള്ള ബിസിനസ് സൈക്കിൾസിനെ കുറിച്ചിട്ടും നാഷണൽ ഇൻകത്തിൻ്റെ ലെവലിനെ കുറിച്ചിട്ടും what are the employment opportunities and how far it is affected, whether there is unemployment stage ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണക്കാക്കണം. അതൊക്കെ കൺസിഡർ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് മൈക്രോ എക്കണോമിക്സ് ഇസ് റിലേറ്റഡ് വിത്ത് ദി മാക്രോ എക്കണോമിക്സ്. ഓക്കെ, ആൻഡ് ദെൻ തേർഡ് വൺ ഇസ് റിലേഷൻഷിപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് എക്കണോമിക്സിന് എന്താ ബന്ധം? സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് എക്കണോമിക്സ്, നമ്മൾ പറയുന്ന എക്കണോമിക്സിന് ആക്യുറസി വരണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് ഒരു എന്താ പറയുക റിലയബിൾ സോഴ്സ് ആണെന്നുള്ളത് ആൾക്കാർക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വി ആർ യൂസിങ് അറ്റ് ദി ടൈം ഓഫ് കളക്ടിങ് ദി ഡാറ്റ.
നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഡാറ്റ കളക്ഷൻ തൊട്ട് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് വെൻ ദി ഓപ്റ്റിമം റിസൾട്ട്സ് വെൻ വി ആർ ഫൈൻഡിങ് ഔട്ട് ദി റിസൾട്ട്സ് ഓൾസോ ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആർ അപ്ലൈഡ്. So with the help of statistical tools, all the managerial things or the whatever we are economics, whatever we are trying to find out will have good accuracy എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു റിലക്റ്റൻറ്റ് സോഴ്സിൽ നിന്നാണ് നമുക്ക് ഈ കാര്യങ്ങൾ കിട്ടിയത് എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ കളക്ടിങ്, processing and analyzing data എന്നുള്ളതാണ്. Many economists have made use of mathematical and statistical procedure for intensive, accurate and detailed study of economic problems. Okay, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് the managerial economics is connected with the statistics എന്നുള്ളത്. ഇനി നമുക്കൊരു 3 കാര്യങ്ങളും കൂടെ ഉള്ളൂ. Managerial economics is connected with the mathematics. How far it is connected with the mathematics? It consists of നമുക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സ്, സിമ്പിൾസ് ആൻഡ് ഡയഗ്രാംസ്. അതൊക്കെ നമ്മൾ ഏതിൽ യൂസ് ചെയ്യുന്നത്? അൽജിബ്ര യൂസ് ചെയ്യുന്നുണ്ട്, ജോമെട്രി യൂസ് ചെയ്യുന്നുണ്ട്, അരിത്മെറ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. ഡയഗ്രാംസ് ആൻഡ് സിമ്പിൾസ് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ മാനേജറിയൽ എക്കണോമിക്സ്. എക്സാക്റ്റ് ആൻഡ് ആക്യുറേറ്റ് സയൻസ് ലൈക്ക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതുപോലെ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട്സും നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. It is therefore argued that the use of mathematics in economic theories has made managerial economics more precise and logical. നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഡയഗ്രാംസ്, ഇതിൽ അപ്ലൈ ചെയ്യുന്ന അൽജിബ്രിക് ഇക്വേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും കൂടിയും ലോജിക്കൽ തിങ്കിങ്ങിന് ഹ്യൂമനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹൗ ഫാർ ഇറ്റ് ഈസ്. അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമ്പേഴ്സും ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്, ഡയഗ്രാംസ് ഉണ്ട്. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് വായിക്കാൻ അറിയാത്ത ആൾക്കാർക്ക് ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ന്യൂസ് പേപ്പറിൽ നമ്മുടെ കോവിഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിൻ്റെ ദറ്റ് ഈസ് ഗ്രാഫ് പോണ സ്റ്റേജ് എന്നുള്ളത് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ പീക്കിലേക്കാണ് പോണത്. ഒരു സ്ലോ ഇൻക്രീസ് അല്ല നമ്മൾ കാണുന്നത്, സ്ലോ ആൻഡ് സ്റ്റഡി ഇൻക്രീസ് അല്ല കാണുന്നത്. ഇഫ് ഇറ്റ് ഈസ് 10,000 ടുഡേ, ടുമോറോ ഇറ്റ് കംസ് ഓൺലി ടു 9,000 ആൻഡ് അഗെയിൻ ഇറ്റ് ഗോസ് ടു 12,000. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഗ്രാഫ് പോക്ക് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ആർക്കായാലും ദാറ്റ് ഈസ് വായിക്കാൻ അറിയാത്തൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ആൾക്ക് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ കോവിഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കോവിഡിൻ്റെ സിമ്പിൾ അവിടെ തന്നിട്ടുണ്ടായിരിക്കും, ഇതിൻ്റെ ഡ്രോയിങ്ങും തന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ഹൈ എന്നുള്ളത്, ദ റേറ്റ് ഓഫ് കോവിഡ് പേഷ്യൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗോയിങ് വെരി ഹൈ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, അതേപോലെ തന്നെ ഡയഗ്രാംസ് ആൻഡ് ദെൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഇതൊക്കെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജറിയൽ എക്കണോമിക്സിനെ കൂടുതൽ പ്രിസൈസും ലോജിക്കുമാക്കാനായിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഇസ് റിലേഷൻഷിപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് ഓപ്പറേഷൻസ് റിസർച്ച്. വാട്ട് യു മീൻ ബൈ ഓപ്പറേഷൻസ് റിസർച്ച്? ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് that is application of mathematical and statistical techniques in solving business problem. So ഏറ്റവും കൂടുതൽ ബിസിനസ് റിസർച്ചേഴ്സിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ റിസർച്ച് യൂസ് ചെയ്യുക. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് എ പെർട്ടിക്കുലർ പ്രോബ്ലം വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ദി ബിസിനസ്. സോ ബിസിനസ് പ്രോബ്ലം എന്താണെന്നുള്ളത് കണ്ടെത്തി ആ ബിസിനസ് പ്രോബ്ലം നമ്മൾ by using all the statistical and mathematical tools we are analyzing it. So first we are collecting the data, we are analyzing it, and then we are going through it and we are finding out some results out of that by applying all those statistical and mathematical tools. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദാറ്റ് ഈസ് ഇത് ഹൗ ഫാർ ദി പ്രോബ്ലം ഇതിനെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ലീനിയർ പ്രോഗ്രാമിംഗ്, അതേപോലെ തന്നെ ഗെയിം തിയറി, ഇതൊക്കെ മാനേജറിയൽ എക്കണോമിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഓൺലി വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് എ പ്രോബ്ലം എന്നുള്ളത് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ആൻഡ് വി ക്യാൻ അനലൈസ് ഇറ്റ് ആൻഡ് വി ക്യാൻ പ്രൊവൈഡ് ദി ബെസ്റ്റ് സൊല്യൂഷൻസ് ഫോർ ദാറ്റ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഓപ്പറേഷൻ റിസർച്ചായിട്ട്
മാനേജറൽ എക്കണോമിക്സ് ഇസ് ക്ലോസ്ലി റിലേറ്റഡ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഇസ് റിലേഷൻഷിപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഇല്ലാതെ ഒന്നുമില്ല എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ. ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഡാറ്റ റിഗാർഡിംഗ് ദ ഓപ്പറേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ ഫേം. അക്കൗണ്ടിങ് ഡാറ്റ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് റെപ്രസെൻറ്റ് ദ ലാംഗ്വേജ് ഓഫ് എ ബിസിനസ്. നമുക്ക് മാർക്കറ്റ് ഇൻഫർമേഷൻ ആയാലും നമ്മൾ നടത്തുന്ന സെയിൽസ് ആയാലും നമുക്ക് വരുന്ന അതർ എക്സ്പെൻസസ് ആയാലും ഇൻകം ആയാലും ഇതൊക്കെ നമുക്ക് ഒരൊറ്റ ബാലൻസ് ഷീറ്റിൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാനായിട്ട് പറ്റും. വാട്ട് ആർ ദ അസറ്റ്സ് വി ആർ യൂസിങ് ഇറ്റ്, ഹൗ ഫാർ ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്രിസിയേഷൻ വാല്യൂ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂ എന്താണ്, ഇപ്പം നമ്മുടെ കയ്യിൽ ക്യാഷ് എത്രയുണ്ട്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ലിക്വിഡ് അസറ്റ്സ് അതല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് അസറ്റ്സ് എത്രത്തോളം ഉണ്ട്, ഓക്കെ, ലയബിലിറ്റീസ് എന്തൊക്കെയുണ്ട്, ഇതൊക്കെ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ റിലേറ്റഡ് വിത്ത് അക്കൗണ്ടിങ് അല്ലേ. അപ്പോൾ മാനേജറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യം മാത്രമല്ല, ഒരു ചെറിയൊരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി മാത്രമല്ല. പക്ഷേ ഈ ചെറിയ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞാലും ഇത് വലിയ വലിയ കണക്ഷൻസ് ഉള്ളതാണ്. ഓക്കെ, നമുക്ക് വലിയ വലിയ ആൾക്കാരായിട്ട് കണക്ഷൻസ് ഉള്ളതാണ്. വലിയ വലിയ ആൾക്കാരെന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് ഈ വലിയ വലിയ ആൾക്കാരെല്ലാം വരുന്നത്? അക്കൗണ്ടിങ് വരുന്നുണ്ട്, ഓപ്പറേഷൻ റിസർച്ച് വരുന്നുണ്ട്, മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, മൈക്രോ ആൻഡ് മാക്രോ. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ റിലേഷൻസ് ഉള്ളത്? നമ്മുടെ ഷോർട്ടായിട്ട് വരുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എന്ന് പറയുന്ന മാനേജറൽ എക്കണോമിക്സ് ഈസ് റിലേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് ഏകദേശം ഒരു രൂപം കിട്ടിയില്ല എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്നുള്ളത്. ഓക്കെ, മാനേജറൽ എക്കണോമിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. മാനേജറൽ എക്കണോമിക്സിന് എന്താണ്, അതേപോലെ തന്നെ ജനറൽ എക്കണോമിക്സ് എന്താണ്, അതിൻ്റെ ഡിഫറൻസസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, ഈ മാനേജറൽ എക്കണോമിക്സ് ആരൊക്കെ ആയിട്ടാണ് റിലേറ്റഡ്, എങ്ങനെയാണ് ആ റിലേഷൻ വരുന്നത്, ഇതൊക്കെ 2 മാർക്സിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഹൗ ഇസ് മാനേജറൽ എക്കണോമിക്സ് ഇസ് റിലേറ്റഡ് വിത്ത് അക്കൗണ്ടിങ്, പ്ലീസ് എക്സ്പ്ലെയിൻ യുവർ ടേം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇന്ന റീസൺസ് കൊണ്ടാണ് ഇത് കണക്റ്റഡ് ആവുന്നത്. അല്ലെങ്കിൽ മാനേജറൽ എക്കണോമിക്സ് ഇസ് റിലേറ്റഡ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്, ഹൗ ഡു യു സേ ദാറ്റ്, ഹൗ ഡു യു പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ആക്യുറസി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. സോ ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ വെൻ യു എക്സ്പ്ലെയിൻ ഓൾ ദോസ് തിങ്സ് യു വിൽ ഗെറ്റ് 2 മാർക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തിനാണ് റിലേറ്റഡ് ആവുന്നത്, എങ്ങനെയാണ് ഇവർ റിലേറ്റഡ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നോക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ ചോദിക്കാം. താങ്ക് യു.